അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന ചാപ്റ്റർ ആണ്. ഇതില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം പറയുന്നുണ്ട്. എവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ് അല്ലെ. ന്യൂഡൽഹിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വാതന്ത്ര്യവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന എന്തൊരു സ്ഥാപനമാണ്? ഭരണഘടനാ സ്ഥാപനമാണ് കേട്ടോ. ഭരണഘടനാ സ്ഥാപനമാണ്. ഏതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 324 കേട്ടോ. ആർട്ടിക്കിൾ 324 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. എന്നാ വന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്ന 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്ന 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത്. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോ അതിലെ മെമ്പേഴ്സ് ഒക്കെ ആരൊക്കെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നാണ്. അപ്പൊ ആരൊക്കെയാണ്? മൂന്ന് മെമ്പേഴ്സ് ആണ് അതിലുള്ളത് അല്ലെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരാള്, പിന്നെ 2 കമ്മീഷണർമാര്. അപ്പൊ അങ്ങനെ മൊത്തം 3 പേരാണ് എന്തിനുള്ളത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. കാലാവധി എത്ര വർഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ കാലാവധി എപ്പോഴാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ ആരെ പുറത്താക്കാൻ കഴിയുള്ളൂ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെന്റ് എന്ന നടപടിക്രമത്തിലൂടെ മാത്രമേ പുറത്താക്കാൻ കഴിയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് വേണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാട്ടോ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് കേട്ടോ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്നാ നിലയിൽ വന്നത്? 1950 ജനുവരി 25-നാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ആർട്ടിക്കിൾ എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 324 ആണ് അല്ലെ. അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതിലെ മെമ്പേഴ്സ് എത്ര പേരാണ്? 3 പേരാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പിന്നെ 2 കമ്മീഷണർമാരും അല്ലെ. അങ്ങനെ 3 പേരാണ്. പിന്നീട് എന്താ പറഞ്ഞത്? അവരുടെ കാലാവധി എത്ര വർഷം? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലെ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിഎമ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് എവിടുത്തെ തെരഞ്ഞെടുപ്പ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്തിനു വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു? ഒന്നുകൂടി സുതാര്യമാക്കുന്നതിനും പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സംവിധാനം കൊണ്ടുവന്നത്. ഇവിഎം പിന്നീട് 1982 കേരളത്തിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് എന്ത് ഉപയോഗിച്ചത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെ. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നാണ്? 1982-ലാണ്. 1982-ലാണ്. എവിടുത്തെ ഏത് തെരഞ്ഞെടുപ്പിലാണ്? ഉപതെരഞ്ഞെടുപ്പിലാണ് കേട്ടോ ഉപയോഗിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ എവിടുത്തെയാണ്? പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ കേട്ടോ. പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. അങ്ങനെ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇവിഎം ഉപയോഗിച്ചു. 2004 വ്യാപകമായിട്ട് ഉപയോഗിച്ചു അല്ലെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വി പാറ്റിന് ഫുൾ ഫോം നോക്കി വെക്കാം. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് വിവിപാറ്റ്. ആ വിവിപാറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് എന്നാ വന്നത്? 1982-ലാണ്. 82-ല് പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്നു. ഉപതെരഞ്ഞെടുപ്പിലാണ്ടോ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്നു. പക്ഷെ
2004 കൂടിയാണ് എന്തുണ്ടായത്, എല്ലാവർക്കും EVM ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലെ. ഇനി എന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതേപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നടത്തിപ്പ് നിയന്ത്രണവും ഒക്കെ ആരുടെ ചുമതലയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് അല്ലെ. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കും. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം നടപ്പിലാക്കലൊക്കെ ആരുടെയാണ് ചുമതലയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് അല്ലെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകണം, ചിഹ്നം അനുവദിക്കലൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് അല്ലെ. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അപ്പൊ കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, പിന്നെന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ നിർവചിക്കുന്നതിന് വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോ തെരഞ്ഞെടുപ്പ് ചുമതലകളും അതേപോലെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവചിക്കുന്നതിനും വിപുലമാക്കുന്നതിനും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തത്തോടു കൂടിയുള്ളതാണ്. ബഹുജനങ്ങളുടെ കൂടെ പങ്കാളിത്തമുള്ളതോടു കൂടിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല, ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. അതിന് 1950-ലെയും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പൊ 1950-ലും 1951-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ, ജനങ്ങളെ കൂടി പ്രാതിനിധ്യമുള്ള നിയമങ്ങളാണ് ജനപ്രാതിനിധ്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മങ്ങളാണ് അവർ നിർവഹിക്കുന്നതെന്ന് പറയുന്നത്. അതായത് 50-ലെയും 51-ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഏത് ധർമ്മങ്ങള്? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകളുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്താണ്? കാര്യക്ഷമമാക്കും അല്ലെ, കാര്യക്ഷമമാക്കണം. പിന്നെ അതുപോലെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി സുസംഘടിപ്പിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളതെന്ന് പറയുന്നത്. ആ നിയമങ്ങളിൽ ഒന്നാണ് 1950-ലെയും 1951-ലെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327-ാം വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ 327-ാം വകുപ്പ് എന്താ? ആർട്ടിക്കിൾ 324 നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നുള്ളത്. 327-ാം വകുപ്പ് അനുസരിച്ചാണ് നമ്മുടെ ഈ ജനപ്രാതിനിധ്യ നിയമങ്ങളൊക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ ജനപ്രാതിനിധ്യ നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുള്ള ആർട്ടിക്കിൾ 327-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താ, പിന്നീട് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമം എന്താണ്. 1950-ലെ ജനപ്രാതിനിധ്യ നിയമം എന്താണെന്നും 1951-ലെ ജനപ്രാതിനിധ്യ നിയമം എന്താണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ പറയുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950-ലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത്. അതായത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലെ എന്താക്കണം? നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കണം അല്ലെ. നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കണം, അവയുടെ അതിർത്തി പുനർനിർണയിക്കണം, അതേപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ തയ്യാറാക്കുന്നതിനൊക്കെ ഉള്ള മൊത്തം അതിനെയെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു നിയമമാണ് എന്ത്? 1950-ലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പൊ എന്താണ്? എല്ലാ പാർലമെന്റ് അംഗങ്ങളും എന്താണ്? എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും കേട്ടോ, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എന്താണ്? ഏകാംഗ മണ്ഡലങ്ങളാണ് കേട്ടോ, ഏകാംഗ
മണ്ഡലങ്ങളാണ്. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ ഈ നിയമം 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ആർട്ടിക്കിൾ 327 വകുപ്പ് പ്രകാരം നമ്മൾ പറഞ്ഞു അല്ലെ, ആർട്ടിക്കിൾ 327 വകുപ്പ് പ്രകാരമാണ് നമ്മൾ 1950 1951 ജനപ്രാതിനിധ്യ നിയമങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ 1950 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ചുമതലകൾ ഉണ്ട് അല്ലെ. അതായത് പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നെ നിയോജക മണ്ഡലം നിശ്ചയിക്കുക, പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, പിന്നെ പാർലമെന്റ്, പിന്നെന്താ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാതല ഓഫീസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലേ. അങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ജനപ്രാതിനിധ്യ നിയമം 1950 എന്ന് പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമം 1951 എന്താ പറയുന്നത്? ഇന്ത്യ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. അപ്പൊ 50 നിയമവും 51 നിയമവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 50 നിയമം എന്ന് പറയുന്നത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പുകളിലേക്കുമുള്ള നിയോജക മണ്ഡലം നിശ്ചയിക്കുകയാണ്. അതായത് നിയോജക മണ്ഡലം നിശ്ചയിക്കുക, അതിർത്തി നിശ്ചയിക്കുക, പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, അതൊക്കെയാണ് 50 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. എന്നാൽ 51 എന്താ പറയുന്നത്? പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത അയോഗ്യത പിന്നെ അതൊക്കെ നിർണ്ണയിക്കുന്നതാണ്. തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അതെല്ലാം നിർണ്ണയിക്കുന്നതാണ് ഇത് 1951 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചായിരുന്നു. ഇനി പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമുണ്ട്. അതായത് 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പൊ ഏത് പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. ഭരണഘടനയുടെ 243K, 243ZA, ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് എങ്ങനെയാണ്? 243K, 243ZA, 243ZA പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു അല്ലെ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പിലേക്കുള്ള മേൽനോട്ടം നിയന്ത്രണം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടവർ കേട്ടോ. പിന്നെ തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന കമ്മീഷനാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മായി ബന്ധപ്പെട്ടത് ഏത് കമ്മീഷനാന്ന് ചോദിച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന എന്നാ? 1993 ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 73, 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം 243K, 243ZA എന്നീ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് രൂപീകൃതമായത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. ഇവിടെ നമ്മൾ ഇതൊന്ന് വിട്ടുപോയി, ഈ കോളത്തിൽ നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേശീയ സമ്മതിദായക ദിനം എന്നാണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ. എന്ന് മുതൽ ആചരിക്കാൻ തുടങ്ങിയത്? 2011 മുതലാണ് ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന എന്നാന്ന് പറഞ്ഞ 1950 ജനുവരി 25 പറഞ്ഞു അല്ലെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലവിൽ വന്ന 1950 ജനുവരി 25 അതുകൊണ്ടാണ് ജനുവരി 25 എന്താക്കിയത്? വോട്ടേഴ്സ് ഡേ ആക്കി ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അതിലിത്രേ ഉള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ?
സുകുമാർ സെൻ ആണ് അല്ലെ. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം എന്താണ്? ഡിസംബർ 10 അല്ലെ. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. മനുഷ്യാവകാശ ലംഘനം നമ്മുടെ ഭരണഘടന ശരിക്കും നമുക്ക് കുറെ അവകാശങ്ങൾ തരുന്നുണ്ട്. പക്ഷെ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് ആ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെ മൂല്യങ്ങളുടെയൊക്കെ നിഷേധമാണെന്നാണ് പറയുന്നത്. പിന്നെന്താ, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന നിലയിൽ വന്നത് 1993 ഒക്ടോബർ 12 അല്ലെ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് 1993 ഒക്ടോബർ 12 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എത്ര മെമ്പേഴ്സ് ഉള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 മെമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അവരുടെ യോഗ്യത എന്തൊക്കെയാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കാം അധ്യക്ഷൻ. അധ്യക്ഷന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഒന്നുമില്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. ഒന്നുമില്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആവാം അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്നത്. ആരാണ്? രാഷ്ട്രപതിയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് എന്തിന്റെ കാലാവധി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി. അപ്പൊ എന്താ പറഞ്ഞത്? 1993 ഒക്ടോബർ 12 നിലയിൽ വന്നു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ മൊത്തം 6 അംഗങ്ങളാണുള്ളത്. 3 വർഷമാണ് കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. പിന്നെന്താ പറഞ്ഞ അവിടെ അധ്യക്ഷന്റെ യോഗ്യത എന്ന് പറയുന്ന ഒന്നുമില്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കാം അധ്യക്ഷൻ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാ വന്നത്? 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. 1993 സെപ്റ്റംബർ 28 എന്ത് നിലയിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പ്രാബല്യത്തിൽ വന്നത്. നമ്മൾ നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞു, 1993 ഒക്ടോബർ 12 പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒക്ടോബർ 12 എന്ന് പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്ന 1993 ഒക്ടോബർ 12 ഈ ഡേറ്റിന് എന്താണ്? 1993 സെപ്റ്റംബർ 28 നിയമമാണ് വന്നത് കേട്ടോ. അത് തെറ്റിയിരുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നു. നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28 നിയമം വന്നു. പിന്നെ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത്. ഒക്ടോബർ 12 നിയമം നിലയിൽ വന്നതാണ് ഇന്ന് സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്ത് പ്രകാരം? ഈ നിയമം പ്രകാരം അല്ലെ. ഇനി എന്താ പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ പറയുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്തുക, അതേപോലെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, ജയിലുകൾ പുനരധിവാസം മുതലായ സന്ദർശിച്ച പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷ സംവിധാനങ്ങളുടെ നിർവഹണം ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശം സംബന്ധിച്ചിട്ടുള്ള അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇതെല്ലാം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് അല്ലെ. എന്തെല്ലാം ചുമതലകളാണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അന്വേഷണം നടത്തണം, ഒന്നാമത്തത്. രണ്ടാമത്തത്, മനുഷ്യാവകാശ ലംഘനം ഉള്ള കേസുകളിലൊക്കെ കോടതിയിൽ നടക്കുകയാണെങ്കിൽ അതിൽ കക്ഷി ചേരാം. 2 മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട്. പിന്നെന്താ പറയുന്നത്? ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? സന്ദർശിക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും പരിഷ്കരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് നിർദ്ദേശിക്കുക.
പിന്നെന്താന്ന് പറയുന്നത്, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. അപ്പൊ മനുഷ്യാവകാശങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ നിർവഹണത്തിലോ ഫലപ്രാപ്തി പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിർദ്ദേശം നൽകുക. പിന്നെ എന്താന്ന് പറയുന്നത്, മനുഷ്യാവകാശം സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ ഉണ്ടാവാം, പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാം, തുടങ്ങിയവർക്ക് വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. പിന്നെ നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കുക. ഇതെല്ലാം എന്താണ്, ആരുടെ ചുമതലയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. ഇനി പറയുന്നുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായ സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമല്ല, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാ 1998 ഡിസംബർ 11 അല്ലെ. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 2 ഡേറ്റ് ഉണ്ട് അല്ലെ. 1993 സെപ്റ്റംബർ 28 എന്താ വന്നത്? നിയമമാണ് വന്നത് അല്ലെ. പിന്നെ 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? 1998 ഡിസംബർ 11 ഇവിടെ എന്താ പറയുന്നത്, ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. കേന്ദ്രത്തിൽ എന്താ പറഞ്ഞത്, 6 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടേക്ക് എത്തിയപ്പോഴേക്കും 3 മെമ്പേഴ്സ് ആണുള്ളത്. ഇവിടെ എന്താ പറയുന്നത്, വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. അപ്പൊ കേന്ദ്രത്തിലായപ്പോൾ പറഞ്ഞു വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്ന്. നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിയപ്പോഴേക്കും വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഗവർണറാണ് കമ്മീഷനുകൾ നിയമിക്കുന്ന ആരാണ്? കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് അല്ലെ. ഇനി എന്താ പറയുന്നത്, ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ എന്നാ വന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല എന്താണ്? സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എന്നാ? 1992 ജനുവരി 31 അല്ലെ. 1992 ജനുവരി 31 ആര് വന്നത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 5 മെമ്പേഴ്സ് ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങളുണ്ട്, 1 മെമ്പർ സെക്രട്ടറി. അപ്പൊ എത്ര പേരായി? 5 1 6 1 7 പേരാണ് അല്ലെ. അതായത് ഒരു ചെയർപേഴ്സൺ പിന്നെ 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. വനിതാ കമ്മീഷൻ പിന്നെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് കേട്ടോ. നിയമിക്കുന്ന അംഗങ്ങളെ നിയമിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. നേരത്തേക്ക് നമ്മൾ പറഞ്ഞപ്പോൾ രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആരാണ്? ഇവിടേക്ക് വന്നപ്പോഴേക്കും അത് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി കേട്ടോ. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. വനിതാ കമ്മീഷന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. സ്ത്രീകളുടെ സുരക്ഷയും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 7 മെമ്പേഴ്സ് ആണുള്ളത്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ്. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ കാലാവധി എത്ര വർഷമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്? കാലാവധി 3 വർഷം തന്നെയാണ് കേട്ടോ. പിന്നെ വനിതാ കമ്മീഷന്റെ കാലാവധി 3 വർഷം തന്നെയാണ്. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാണ് വനിതാ ദിനം? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത്. എന്താണ്? മാർച്ച് 8. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലെ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനയിലെ വ്യവസ്ഥകളും നിയമങ്ങളെല്ലാം പരിശോധിക്കുക. അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾക്ക്
നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അതായത് സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പൊ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അതേപോലെ ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതേപോലെ സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. അതേപോലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതുപോലെ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. അപ്പൊ ഇതൊക്കെയാണ് ആരുടെ ചുമതല എന്ന് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി പറയുന്നത് സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമം തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് എന്ത്? സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇത് പ്രകാരം എന്താണ്? വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് എന്തെന്ന് പറയുന്നത്? സ്ത്രീധനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാം എന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും എന്താണ്? സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പൊ സ്ത്രീധന നിരോധന നിയമം എന്താണ്? 1961. പിന്നെ ഗാർഹിക പീഡന നിരോധന നിയമം എന്താണ്? 2005 അല്ലെ. ഗാർഹിക പീഡന നിരോധന നിയമം 2005. അതിലെന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. നിരോധന നിയമം ചോദിച്ച് 2005 പ്രാബല്യത്തിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 ഒക്ടോബർ 26 ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന നിയമമാണ് എന്ത്? ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം 2005 അത് നിയമം നിലവിൽ വന്നത് എന്നാണ്? നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2006 ഒക്ടോബർ 26 അല്ലെ. 2006 ഒക്ടോബർ 26 നിയമം പ്രാബല്യത്തിൽ വന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? സ്ത്രീധന നിരോധന നിയമം 1961. ഇനി എന്താ പറയുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നാ വന്നത്? 1996 മാർച്ച് 14 അല്ലെ. 1996 മാർച്ച് 14 എന്ത് വന്നത്? സംസ്ഥാന വനിതാ കമ്മീഷൻ വന്നത്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി അല്ലെ. സുഗതകുമാരി ആയിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ചെയർപേഴ്സണെ കൂടാതെ എത്ര പേരുണ്ട്? ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളുണ്ട്. അപ്പൊ മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 മെമ്പേഴ്സ് ആണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. 5 വർഷമാണ് ആരുടെ കാലാവധി? സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി. സ്ത്രീകളെ അഭിമുഖീകരിക്കുന്നതും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് എന്തിന്റെയും? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര മെമ്പേഴ്സ് ഉള്ളത്? മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ളത്. പിന്നെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം തന്നെയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 മെമ്പേഴ്സ് ആണ്. ഇനി ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് എന്നാ വന്നത്? 1993 മെയ് 17 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിൽ ആരൊക്കെയുണ്ട്? ചെയർപേഴ്സണും വൈസ് ചെയർമാനും 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നാ വന്നത്? 1993 മെയ് 17 അല്ലെ. 1993 മെയ് 17 നിലവിൽ വന്നത്. ഇതിൽ ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, 5 അംഗങ്ങളും ഉണ്ട്. അപ്പൊ എത്ര മെമ്പേഴ്സ് ആണ്? 7 മെമ്പേഴ്സ് ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുള്ളത് അല്ലെ. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വിപുലമായ അധികാരങ്ങളും ചുമതലകളൊക്കെ
ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993 മെയ് 17 നിലയിൽ വന്നു. അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, സാമൂഹ്യ വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, അതുപോലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികളായി ശുപാർശ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷയുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ഇതെല്ലാം എന്തിന്റെ ലക്ഷ്യങ്ങളാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താ ഉള്ളത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് അല്ലെ. 2013 എന്ത് നിലയിൽ വന്നത്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലയിൽ വന്നത് 2013 കേട്ടോ. അപ്പൊ നമ്മള് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്നാ വന്നത്? 1993 മെയ് 17 പറഞ്ഞു അല്ലെ. എങ്കിൽ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലയിൽ വന്നത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. അപ്പൊ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത് കേട്ടോ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് എന്തിലുള്ളത്? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ 4 അംഗങ്ങളാണുള്ളത്. അതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടും, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടും. കമ്മീഷൻ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. 3 വർഷമാണ് എന്തിന്റെ കാലാവധി? സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി. ഭരണകാലാനുസൃതമായി ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ ഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. അപ്പൊ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലയിൽ വന്നത്. ഇതിന് മൊത്തം 4 മെമ്പേഴ്സ് ആണുള്ളത്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ്. പിന്നെ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി ഏതാ? ദേശീയ പട്ടികജാതി ദേശീയ പട്ടികവർഗ കമ്മീഷനാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് 1952 ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. എന്താണ്? പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അപ്പൊ SC/ST കൂടുതലുള്ളവിടെ എന്ത് ചെയ്യണം? റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ജവഹർലാൽ നെഹ്റു 1952 ജൂൺ 7 പറഞ്ഞിട്ടുള്ളത്. അവയില്ലെങ്കിൽ നാം മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യ രക്ഷാപ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായം എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം. അപ്പോ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്? SC/ST എന്താണ് മുൻഗണന നൽകേണ്ടത്? റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? പട്ടികജാതി കമ്മീഷനുണ്ട്, പട്ടികവർഗ കമ്മീഷനുണ്ട് അല്ലെ. എന്നാണ് കണ്ടോ? പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് രൂപീകരിക്കപ്പെട്ടത്? SC കമ്മീഷനും ST കമ്മീഷനും. അപ്പൊ എന്നാണ് നിലവിൽ വന്നത്? 2004 SC കമ്മീഷനും ST കമ്മീഷനും നിലവിൽ വന്നത് 2004. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പൊ ഇതിൽ എത്ര പേരുണ്ട്? 5 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, ബാക്കി 3 മെമ്പേഴ്സ് ഉണ്ട്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. അപ്പോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് SC/STക്ക് വേണ്ടിയുള്ള കമ്മീഷന് എന്ന നിലയിൽ വന്നത് 2004. ഇതില് പറയുന്നത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ മറ്റു 3 അംഗങ്ങളും ഉണ്ട്. മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ളത്. പിന്നെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അവരുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അപ്പൊ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യവും പുനരധിവാസത്തിന് നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടെ നിലവിൽ വന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം എന്ന് പറയുന്നത്. 1989 ഈ നിയമം നിലവിൽ വന്നത്. അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നതെന്നാണ് 1989. പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചുമതലകൾ എന്തൊക്കെയാണ്?
പട്ടികജാതി പട്ടികവിഭാഗങ്ങളുടെ ക്ഷേമ സംരക്ഷണ ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പട്ടികജാതി പട്ടികവിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുക. പട്ടികജാതി പട്ടികവിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. ഇനി സംസ്ഥാന SC/ST കമ്മീഷൻ ട്ടോ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ ക്ഷേമ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് എന്ത്? പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഇതിൽ എത്ര പേരുണ്ട്? ഇതിലെത്ര പേരാണുള്ളത്? ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങൾ ഉൾപ്പെടെയാണ്. ചെയർപേഴ്സൺ ഉണ്ട്. അപ്പോ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 3 മെമ്പേഴ്സ് ആണുള്ളത് അല്ലെ? 3 മെമ്പേഴ്സ് ആണുള്ളത്. 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുകയെന്ന ധാവണ വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെ സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി തന്നെ നിലവിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക എന്ന് മാത്രമാണ്. അപ്പോ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ 1972 പറഞ്ഞിട്ടുള്ളതാണ്. ഇതേപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993 അല്ലേ? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് 1993 ഇതിൽ എത്ര പേരുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, 3 അംഗങ്ങൾ. ഇതിൽ മൊത്തം എത്ര മെമ്പേഴ്സാ? പിന്നോക്ക വിഭാഗ കമ്മീഷൻ എത്ര? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ള. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു വൈസ് ചെയർമാൻ ഉണ്ട്, 3 അംഗങ്ങളുണ്ട്. രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ നിയമിക്കുന്നത്. 3 വർഷമാണ് ആരുടെ കാലാവധി? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് എന്നാണ്? 2018. 1993 കമ്മീഷൻ നിലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ 2018 എന്ത് ലഭിച്ചത്? ഭരണഘടനാ പദവി ലഭിച്ചത് 2018. മൊത്തം 5 മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉള്ളതാണ്. പിന്നെ 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്നും പറഞ്ഞു. പിന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നതും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 കേട്ടോ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993. 3 വർഷം തന്നെയാണ് കാലാവധി. അപ്പം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ കേരളത്തിൽ നിലവിൽ വന്ന 1993 തന്നെയാണ്. 3 വർഷമാണ് ഇതിന്റെ കാലാവധി. 3 വർഷം തന്നെയാണ് ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്ന അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. ഇനി UPSCനെ കുറിച്ച് പറയുന്നുണ്ട്. UPSCയുടെ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 320 ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 320 പ്രകാരമാണ് കമ്മീഷൻ നിലയിൽ വന്നിട്ടുള്ളത്. അപ്പൊ UPSC നിലയിൽ വന്നിട്ടുള്ളത് ഏത് പ്രകാരമാണ്? ആർട്ടിക്കിൾ 320 പ്രകാരമാണ് കമ്മീഷൻ നിലയിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സൺ 10 അംഗങ്ങളുമാണ് UPSCയിലുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് ഉള്ളത്. അപ്പൊ മൊത്തം 11 മെമ്പേഴ്സ് ആണുള്ളത്. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ആരുടെ കാലാവധി? UPSCയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് ആരാണ്? UPSC ആണല്ലേ. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങൾക്ക് നിയമനത്തിനായി പരീക്ഷകളുടെ മുകളിലൂടെയൊക്കെ ഓക്കെ. പിന്നെ കേരളത്തില് കേരള PSC ആണ് അല്ലെ. അപ്പോ UPSCനെ കുറിച്ച് പറയണ ആർട്ടിക്കിൾ 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ 320 പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ 6 വർഷമോ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതേപോലെ അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലൊക്കെയാണ് നിയമനം നടത്തുന്നത്. പിന്നെന്താണ്? 1951-52 കാലഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വതന്ത്ര നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ
നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നിർണ്ണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾ അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം നടപ്പിലാക്കൽ, തെരഞ്ഞെടുപ്പ് സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയാൻ കേട്ടോ. ഇനി എന്താ പറയുന്നത്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേട്ടോ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ് കേട്ടോ. 2007 മാർച്ച് 5-നാണ് ആര് നിലവിൽ വന്നത്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. ഇതിൽ എത്ര പേരുള്ള ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളാണ് കമ്മീഷൻ. മൊത്തം 7 മെമ്പേഴ്സ് ആണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലുള്ളത്. 2007 മാർച്ച് 5-ന് നിലവിൽ വന്നു. 7 മെമ്പേഴ്സ് ആണുള്ളത്. പിന്നെ എന്താണ്, കുട്ടികളുടേതായ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ കുട്ടികളുണ്ട്. കേരളത്തിലെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾ ഒരുപാട് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, വനിതാ കമ്മീഷൻ, SC/ST കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നെ വിഭാഗ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് കമ്മീഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ കുറച്ച് വലിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇനി 9ാം ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. ഇനി 10ാം ക്ലാസ്സിലാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉള്ളത് കേട്ടോ.